പി.സി. ചാക്കോയുടെ രാജിക്ക് പിന്നാലെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനൊരുങ്ങി നേതൃത്വം. കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാനാണ് ശശീന്ദ്രപക്ഷത്തിന്റെ നീക്കം. കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിന്റെ വിവരങ്ങളിലേക്ക് കൂടിയാണ് നമുക്കിനി പോകേണ്ടത്. രാഷ്ട്രീയ നീക്കം അവിടെ ആ പാർട്ടിയിൽ NCP-യിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാം, തുടക്കം മുതലേ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് രാജി ആവശ്യങ്ങളിലേക്ക് പോകുന്നു. അതേസമയം പി.സി. ചാക്കോയുടെ രാജിയോടുകൂടി മറ്റൊരു ചേരി രൂപപ്പെട്ടത് കൂടിയാണ് നമ്മൾ കണ്ടത്. ജിജീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, ശ്രമിക്കണം, അഖിൽ പാലോട്ടുമഠത്തിലേക്ക് പോകാം. അഖിൽ, എന്താണ് ഈ NCP-യിൽ ഇനി പുതിയ നീക്കം? മന്ത്രിമാറ്റത്തോടു കൂടിയാണ് ആദ്യം പ്രതിസന്ധികൾക്ക് ആരംഭം കുറിക്കുന്നത്. രണ്ടാം മന്ത്രിസഭയുടെ രണ്ടാം പകുതിയേക്ക് എത്തുമ്പോൾ NCP-യുടെ മന്ത്രിയിൽ മാറ്റമുണ്ടാകണമെന്ന് NCP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രി കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. NCP-യുടെ സംസ്ഥാന അധ്യക്ഷനായ പി.സി. ചാക്കോ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നുണ്ട്. മന്ത്രി മാറ്റത്തെ ശശീന്ദ്രപക്ഷം, അതായത് നിലവിലെ മന്ത്രി, അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് പി.സി. ചാക്കോ എല്ലാ ജില്ലാ കമ്മിറ്റികളും പി.സി. ചാക്കോയ്ക്ക് എതിരായതോടുകൂടി രാജി സമർപ്പിക്കുന്നത്. രാജി പക്ഷേ ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടി ഇന്നൊരു നീക്കം പുതിയതായി നടക്കാൻ പോകുന്നത് NCP-യുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പി.സി. ചാക്കോ, A.N. ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരെ മുംബൈയിലെത്തി ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ദേശീയ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന മറ്റൊരു വിവരം കൂടി. എന്തായാലും NCP-യിലെ തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. NCP-യുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരണമെന്ന ഒരു സാഹചര്യം ശശീന്ദ്രപക്ഷം പറയുന്നുണ്ട്. അത് കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഈ ശശീന്ദ്രപക്ഷം നടത്തുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരില്ല. എന്നാൽ ശശീന്ദ്രപക്ഷത്തെ മാറ്റി നിർത്തി മറ്റൊരാളെ, അതായത് പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ പറയുന്നത് K.P. സുരേഷ് ബാബുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴേക്കും മന്ത്രിയുടെ കാര്യത്തിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ള ഒരു നീക്കമാണ് ശശീന്ദ്രപക്ഷത്തിന് എതിരായി നിൽക്കുന്ന പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ നടത്തുന്നത്. എന്തായാലും പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവും ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിൽ രണ്ട് MLA-മാർ മാത്രമാണുള്ളത്. ഭരണത്തിൽ ഇപ്പോൾ സാഹചര്യമുണ്ട്. വലിയ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയായി അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം NCP-യോടൊപ്പം ഉണ്ട്. ഏറ്റവും വലിയ ഘടകമായ മഹാരാഷ്ട്രയിൽ തന്നെ അത് NCP രണ്ടായി പിളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരത് പവാർ പക്ഷവുമായി അജിത് പവാർ പക്ഷവുമായി രണ്ടായി ഈ മഹാരാഷ്ട്രയിൽ തന്നെ പിളർന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു മന്ത്രിയെ കൂടി നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയായിരിക്കും പുതിയ നേതൃത്വത്തെ കണ്ടെത്തുക. പി.സി. ചാക്കോയുടെ രാജി സമർപ്പിച്ച സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പി.സി. ചാക്കോ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് നിലവിൽ. അങ്ങനെ തുടരാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കമുണ്ടാകും. എന്തായാലും പുതിയ സംസ്ഥാന അധ്യക്ഷൻ, അത് പി.സി. ചാക്കോയുടെ പിൻഗാമിയായി തോമസ് കെ തോമസ് വരുമോ അതോ പുതിയൊരാൾ വരുമോ എന്നുള്ളതാണ് നിർണായകമായ നീക്കമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടങ്ങളുടെ ചർച്ച നടക്കുന്നതിനിടയിലാണ് കേരളത്തിലെ പ്രമുഖമായ നേതാക്കളെയൊക്കെ തന്നെ മുംബൈയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതും വീണ. ഓക്കെ, ശരി അഖിൽ.